കൊമ്പൻസിൻ്റെ പല കാക്കുന്ന 4 പേരാണ് നമുക്കൊപ്പം ഉള്ളത്. കൊമ്പൻസിൻ്റെ ഗോൾ കീപ്പർമാർ വലിയ പരിശീലനത്തിലായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ വന്ന സമയത്ത്. സത്യജിത്ത്, അദ്ദേഹം അസം എന്നാണ്. यहाँ पे मौसम कैसे है? मौसम तो गर्म है थोड़ा सा अभी, बट मॉर्निंग टाइम पे ठीक रहता है. यस. लेकिन प्रैक्टिस में बहुत अच्छा प्रैक्टिस चल रहा है. हाँ, प्रैक्टिस तो अच्छा चल रहा है. यस. एक्सपीरियंस कैसे है इस बार? एक्चुअली मैं खेल चुका हूँ यहाँ पे पहले भी, सो मेरे लिए कोई प्रॉब्लम नहीं है इस मतलब वेदर को लेके. आई डोंट हैव एनी प्रॉब्लम. यस. आसाम और केरला बहुत सिमिलरिटीज है क्लाइमेट में. हाँ, क्लाइमेट कभी भी चेंज होता है. रेनी सीजन में कभी भी रेन होता है, मतलब है थोड़ा सा. हमारा टीम similarity. कैसा है? टीम बहुत अच्छा है अभी. हाँ, Lot of foreign players. So there are lot from Brazilian. फॉरेनर्स अच्छा है, बाकी लोकल प्लेयर्स भी बहुत अच्छे हैं. हाँ. वो लोग भी पुश कर रहे हैं अपने आप को. बाकी वही देखते हैं अभी क्या वो कर सकते हैं. All the best, Satya. आर्यन दिल्ली लाने. आर्यन हमने यहाँ पर आने के टाइम आप बहुत अच्छा तरह स्पेनिश बोल रहे हैं. हाँ, मैं स्पेन में 5 साल खेला था फ्रॉम 2018 टू 2022. अपने यूथ ईयर्स मैंने वहीं स्पेंड किए थे टू टेक माई गेम टू द नेक्स्ट लेवल. तो जब मैं वापस आता हूँ तो काफ़ी फॉरेन प्लेयर्स से बात कर पाता हूँ मैं. ये केरला में पहली बार आएंगे आपने? केरला में पहली बार मैं रहने के खेल रहा हूँ. पहले मैं अभी मैचेस के लिए ट्रैवल करा था मैंने यहाँ पे. लास्ट ईयर हैदराबाद FC के साथ हम लोग खेले थे केरला ब्लास्टर्स के अगेंस्ट. बट उसके अलावा तो फर्स्ट टाइम है एंड आई एम लाइकिंग इट सो मच. यहाँ पे बहुत ज़्यादा वेदर अच्छा है, कल्चर बहुत अच्छा है फुटबॉल का. एवरीबडी इज़ वेरी नाइस एंड प्लस द टीम इज़ वेरी हार्ड वर्किंग. आपकी टीममेट्स गोलकीपर मेट कैसे है? ये फेमिन है, श्रीराज है? We have a mixed group of experienced and young goalkeepers as well, so it gives really good motivation for everybody to push forward. Shriraj has a lot of experience, Femin is new, and Satyajit is obviously more experienced as well. So combining all of those qualities, I think we have a very good goalkeeping contingent this year. ഫെമിൻ കോൾ അപ്പ് സീനാണ് അതെ അല്ലേ? ഇവരെ കൂടെ പരിശീലനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയുണ്ട്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ISL പ്ലേയേഴ്സ്, ഇന്ത്യൻ പ്ലേയേഴ്സ്, ഫോറിൻ പ്ലേയേഴ്സിനോട് കളിക്കാൻ പറ്റിയതിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. എബിൻ റോസ് അല്ലേ? കോച്ച് അതെ. എങ്ങനെയുണ്ട് എബിൻ ചേട്ടനോട്? എബിൻ ചേട്ടനോടാണ് നന്ദി പറയേണ്ടത്. എബിൻ സാർ, എബിൻ കോച്ചാണ് കോൾ ഓഫ് മെയിൻ കോച്ച്. നിങ്ങൾ വല്ലാതെ കാര്യമായി പരിശീലനമൊക്കെ വലിയ പ്രയാസപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പരിശീലനമൊക്കെ നടന്നത് അല്ലേ? അതെ. KPL നല്ല പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ നിന്ന് 5 പ്ലേയേഴ്സ് ഉണ്ട് കോൾ ഓഫ് സീന്ന്. ഇനിയും പ്ലേയേഴ്സ് സൈൻ ചെയ്യുന്നതാണ് പറഞ്ഞത് കോൾ ഓഫ് സീന്ന്. എങ്ങനെയുണ്ട് ഇവരെ? ഇവിടെ ശ്രീരാജിൻ്റെ ഒപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗോൾ കീപ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഇവരെ കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ നമുക്ക് പുതിയ എന്തൊക്കെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും? പുതിയതായിട്ട് ഓരോ കീപ്പറിന് ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പം എല്ലാവരുടെയും മിസ്റ്റേക്ക് വരുമ്പോഴും മിസ്റ്റേക്ക് ആയിട്ട് അവർ ചെയ്യുന്ന ഇതാകുമ്പോൾ നമുക്ക് അവരെ കണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ കീപ്പർ കോച്ചും വെൽ എക്സ്പീരിയൻസ് കോച്ചാണ്. അപ്പം കീപ്പർ കോച്ചും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രീരാജ് ട്രിവാൻഡ്രം തന്നെയാണല്ലോ? ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടുകളിൽ ഇവിടുത്തെ ആളുകളുടെ പൾസ് ശരിക്കും അറിയാവുന്ന ഒരാളാണ്. എങ്ങനെയുണ്ട്? ട്രിവാൻഡ്രംകാർ കാത്തിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ നല്ല സ്ട്രോങ് ടീമാണ്, എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നമ്മൾ വിൻ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വിഷമൊന്നും മാറ്റണം നമുക്ക്. മാറ്റണം, എന്തായാലും മാറ്റണം ഇത്തവണ. എവിടെയാണ് ഏറ്റവും കൂടുതൽ കളിക്കണം ആഗ്രഹിക്കുന്നത്? ആർക്ക് മുന്നിൽ? ഏത് ടീം? ഓബിയസ്ലി ഇവിടെ തന്നെ ട്രിവാൻഡ്രം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ തന്നെ കളിക്കണം ആഗ്രഹിക്കുന്നത്. അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം കളിക്കാൻ പറ്റിയില്ല, ഞാൻ ഗാലറിയിൽ നിന്ന് കണ്ടേ, അപ്പം തൊട്ടുള്ളതാ കളിക്കണമെന്ന്. കഴിഞ്ഞ തവണ ടീം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞത്. അന്ന് വിചാരിച്ചിരുന്നു ഞാൻ ഈ ടീമിനൊപ്പം? ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്തവണ ചാൻസ് വന്നു. ഓക്കെ, ഓഫീസിൽ നിന്നും പെർമിഷൻ തന്നു, അങ്ങനെ വന്നു. വളരെ സന്തോഷത്തിലാണ്. വളരെ സന്തോഷത്തിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് 4 സ്ട്രോങ് ഗോൾ കീപ്പർമാരാണ് കേട്ടോ. അപ്പോൾ എതിരാളികളെ നിങ്ങൾ വന്ന് ഗോൾ അടിക്കാൻ നോക്കിയാൽ അങ്ങനെ പെട്ടെന്നൊന്നും അടിച്ചിട്ട് പോകാൻ പറ്റില്ല. വളരെ സ്ട്രോങ് ആണ് കൊമ്പൻസിൻ്റെ ഗോൾ കീപ്പർമാരുടെ പട.